ഹായ് ഗായ്സ്. ഹായ്. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സുദിനം ഇന്ന് വന്നു. അതെ അതെ, ഇന്നൊരു 7 നാൾക്ക് ശേഷം നമ്മൾ വ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അതെ, അതും ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. ഇതൊരു അൺബോക്സിങ്, നിങ്ങളുടെ സ്നേഹ സമ്മാനങ്ങൾ നമ്മളിന്ന് തുറക്കാൻ പോവുകയാണ്. ഏവരും കാത്തിരുന്ന ഒരു സാധനം. അതെ അതെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടി, ഈ ഒരു സാധനം കണ്ട് ഞെട്ടി. നിങ്ങൾ ഞെട്ടാൻ തയ്യാറാണെങ്കിൽ നമ്മളിത് തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അല്ലേ? നിങ്ങൾ ഞെട്ടും. ഞെട്ടിക്കണോ? കണ്ടോ ഗൈസ്, കണ്ടോ നമ്മളെ പിടി കണ്ടോ? അതെ അതെ അതെ, നിങ്ങളുടെ പിടി, ഓ പിടിപാട്. അതെ, പിന്നെതാ നമുക്ക് ഓരോന്നേരം തുറന്നു നോക്കാം. എല്ലാ സാധനങ്ങളും നമുക്കും അറിഞ്ഞുകൂടാ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം ഇത് തുറന്നാലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐറ്റം തുറക്കാം. ഇത് ശ്രീകാന്തിന്റെ പേരിലാണ് വന്നത്. ശ്രീകാന്തിന് വേണ്ടിട്ടായിരിക്കും. സ്പെഷ്യലാണ്. അങ്ങനെ വരാൻ വഴിയില്ല. തുറന്നോ? ശ്രീകാന്തിന് അയച്ചാണെന്ന് തോന്നുന്നു. അല്ല, എന്റെ 1-2 പറഞ്ഞു ഡെക്കർ ഐറ്റംസ്. അത് വെച്ചിട്ട് തുറന്നാട്ടോ. ഇതെന്തായിരിക്കും? ഇത് ഹോം ഡെക്കർ. ശ്രീകാന്തിന്റെ ഡെക്കർ എന്ന് പറയാതെ എന്ത് ഡെക്കർ എന്ന് പറയാം? ഫോട്ടോ ഫ്രെയിം. ഫോട്ടോ ഫ്രെയിം തന്നെ ഞാനും പറയുന്നു. അല്ല 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 കേക്ക് മറിച്ചിരുന്നതാണ്. അല്ലല്ല, ഇത് ചുവരിൽ വെക്കുന്ന സാധനം. അതോ ഇനി ഇത് നമ്മൾ കുക്കിംഗ് ചാനൽ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അത് നൈസ് നൈസ്. താങ്ക് യു താങ്ക് യു. കൊള്ളാം കൊള്ളാം കൊള്ളാം. എനിക്ക് തോന്നുന്നു ശ്രീകാന്തിന്റെ കുക്കിംഗ് ടാലന്റ് വെച്ചിട്ട് അയച്ചതാണ്. ശ്രീകാന്തിന് വേണ്ടി തന്നെ. ഇഷ്ടപ്പെട്ടു. താങ്ക് യു. സത്യം പറഞ്ഞാൽ ഇതിൽ തീരുന്നില്ല അല്ലേ? ഇനി സാധനങ്ങള് വീഡിയോ മൾട്ടിപ്ലൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇത് നെക്സ്റ്റ് സാധനം തുറക്കുകയാണ്. ഇതും ശ്രീകാന്ത്. ഓക്കെ, ഇത് ശ്രീകാന്താണ്. അപ്പൊ എനിക്ക് കുക്കിംഗ് ആണ്. ഓ, ഇത് ഹോം ഡെക്കർ. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. വാളിൽ നമ്മള് വെക്കുന്ന സാധനം ഇല്ലേ? ഇത് ഓരോ ഫ്രെയിമിലും ഓരോ സാധനങ്ങളാണ്. ഇത് ചെടി. ഓ നൈസ്. ഇത് പൂ. ഇത് മൊട്ട് മൊട്ട് മൊട്ട്. ഇത് ചിത്രശലം. ഇത് എഴുത്താണ്. വൈബ്സ് വൈബ്സ് വൈബ്സ്. നമ്മൾ വൈബ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓ, ഇതാണ് തിരിച്ചാണ്. സോറി സോറി, ഞാൻ മാത്രമല്ല, അവന്മാരും ഉണ്ട്. ഇത് ബട്ടർഫ്ലൈ. ഗുഡ് ഗുഡ് ഗുഡ്. കൊള്ളാം കൊള്ളാം, നല്ല സാധനം. നമുക്കിത് ഈ ചുവരിലൊക്കെ ഒട്ടിച്ച്. ഓ, ഇതെല്ലാം കണക്ട് ചെയ്യണോ? കണക്ട് ചെയ്യണം. മനസ്സിലായി. അപ്പൊ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. താങ്ക് യു. നമുക്കിനി അടുത്ത സാധനം തുറക്കാം. ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? വെയിറ്റ് നോക്കിയടാ. ഇത് എന്താണെന്ന് വെച്ചാ എന്തോ ഡെക്കറാണ്. ഇതും ഡെക്കറാണോ? എന്തോ തുണി പോലത്തെ സാധനമാണ്. സോഫ്റ്റ് സാധനം. ഗ്ലാസ് അല്ല ഗ്ലാസ് അല്ല ഗ്ലാസ് അല്ല. ഇത് കട്ടിയുള്ള സാധനമല്ല. എന്തോ പൊതിഞ്ഞ ഫീൽ ഉണ്ട്. ഞാൻ ഇതായിരുന്നു സോഫ്റ്റ് എന്ന് പറഞ്ഞേട്ടാ സാധനം. എന്തായിരുന്നു? ഓ, ബുദ്ധൻ ബുദ്ധൻ. കൊള്ളാം 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 കൊള്ളാം. താങ്ക് യു താങ്ക് യു. കൊള്ളാം. അപ്പൊ താങ്ക് യു, വീണ്ടും താങ്ക് യു. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ വീട് ഒരു ഭയങ്കര രസമുള്ള ഒരു വീടായിരിക്കും. എന്റെ റൂമിൽ പോലും ഞാൻ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങി വെച്ചിട്ടില്ല എന്റെ ഒരു ലൈഫ് ടൈമിൽ. അടുത്ത ആഴ്ച ചെയ്യാൻ ഫാൻസിയിൽ ഇതൊക്കെ ഇരിക്കും. നമ്മൾ മറിച്ച് വയ്ക്കുന്നതല്ല. അടുത്ത് തുറന്നാലോ? ഇത് എന്തോന്നായിരിക്കും? സ്വീറ്റ് ആണോ? ഇത് ഫോട്ടോ വോളിൽ വെക്കുന്ന സാധനം. ഡെക്കർ. ഡെക്കർ. അല്ല, ഇത് വോൾ ഡെക്കർ. ഞാൻ ഒരു സാധനം പറയാം. അത് മനസ്സിലായി. അതെ അതെ സാധനം. ഇത് തുറക്കാം. ഫോട്ടോ ഫ്രെയിമാണ്. എന്ത് ഫോട്ടോ ആയിരിക്കും? ഓ, തിങ്ക് പോസിറ്റീവ്, ഫീൽ പോസിറ്റീവ്, ലീവ് പോസിറ്റീവ്. താങ്ക് യു. നമുക്ക് കുറച്ച് പോസിറ്റിവിറ്റി ആവശ്യമുണ്ടായിരുന്നു. തിങ്ക് പോസിറ്റീവ്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ കുട്ടികളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എന്നിട്ട് തിങ്ക് പോസിറ്റീവ്. അപരാധം പറയുമ്പോൾ ബാക്കിൽ അതെ അതെ നമുക്ക് വിനുവിന് ഒരെണ്ണം പൊട്ടിക്കാൻ കൊടുക്കാം. പാവം, ഇച്ചിരി വെയിറ്റ് ഉള്ളത്. അതെ അതെ, വിനുവിന് എന്തോ പൊട്ടിക്കാൻ. പൊട്ടിക്ക് സൂക്ഷിച്ച് തുറക്കണം. എന്തോ ജെന്റിൽ സാധനമാണെന്ന് തോന്നുന്നു. ഒരു പേരെന്തോ എഴുതിയിട്ടുണ്ടോ? ഗോകുലിന്റെ. നമ്മുടെ ഗോകുല അല്ലല്ല, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട്, ദുബായിലുള്ള ഒരു കൂട്ടുകാരൻ. ഇത് ആർക്കോ ഒരാൾക്കുള്ള ഡ്രസ്സാണ്. ഓടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്തോ സംഭവം. ഇതെന്തോ സാധനം. അഖിൽദാസ് പറഞ്ഞ അഖിൽദാസ് ഇതെന്താ സാധനം? ഇത് അതായിരുന്നു ഞാൻ വിചാരിച്ചു. ഒരു ഡ്രസ്സായിട്ട് അല്ലല്ല. ഏപ്രിലല്ല, മാർച്ച്. ഏപ്രിൽ ഓ, ഏപ്രിൽ എന്നാണ് പറഞ്ഞത്. അവൻ ഏപ്രിൽ എന്നാണ് പറഞ്ഞത്.
ഇത് നമ്മൾ അടുത്ത കുക്ക് അപ്പൊ ചെയ്യുമ്പോൾ ശ്രീകാന്തിന് ഒരു ഡ്രസ് കൊടുത്തു ഇനിയുള്ള നമുക്ക് മറ്റേ ഒരു സിനിമയിൽ കൽപ്പന വരുമല്ലോ കുക്ക് അയക്കുന്നതൊക്കെ കെട്ടിക്കൊണ്ട് കൊള്ളാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വൃത്തി വേണമല്ലോ, വീട്ടിനകത്ത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി വൃത്തിയായിട്ട് ചെയ്യണം. അപ്പം ഇതൊരു സാധനം ഇട്ടിരുന്നോടാ ഫ്രോക്ക് പോലെ കിടക്കണം. കൊള്ളാം അല്ലേ? ബ്ലാക്കിന്റെ കൂടെ ചേർന്ന് താങ്ക്സ് ഗോകുൽനാഥ്. താങ്ക് യു ഗോകുൽ. ഇത് നമ്മൾ എടുത്തു. ഇതും ഗോകുലിന്റെ അപ്പൊ ഗോകുലിന്റെ ഗോകുലിന്റെ രണ്ടാമത്. ഓ ഒരു ചോപ്പർ. ചോപ്പർ. താങ്ക് യു. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിനി കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ തോട്ട്ഫുൾ ഗിഫ്റ്റ്. ഇത് ഡ്രസ് ഒന്നീ ഒരു കാർപ്പറ്റ് തുണിയാണ്, ഫാബ്രിക് ആണ്. കാർപ്പറ്റോ കട്ടൻ ആയിരിക്കും. കാർപ്പറ്റ് ആയിരിക്കും. ഡ്രസ് ആയിരിക്കും. ഇത്രയും വെയിറ്റ് വരില്ലല്ലോ. ഡ്രസ് പറയാൻ ട്രെയിൻ ഇതാണ് കിട്ടുന്നെങ്കിൽ നമ്മൾ വിട്ടിരിക്കണം. അല്ല ഇവനൊന്നും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിനാ ഡാഗിനിയാ ഞാൻ ഇതിട്ടുണ്ട്. വാവ് ബീൻ ബാഗ്. ബീൻ ബാഗ്. ഓക്കേ താങ്ക് യു. താങ്ക് യു. ഓ അതാണ് ഇത്ര വെയിറ്റ്. ബീൻ നിറയ്ക്കണം. ഓക്കെ, നമ്മൾ ബീൻ വാങ്ങിയിട്ട് നമ്മളൊരു ഹൈ ക്വാളിറ്റി ബീൻസ് തന്നെ വാങ്ങിച്ച് നിറയ്ക്കുന്നതായിരിക്കും. താങ്ക് യു. നമ്മൾ ഡ്രസ്സ് ആണെങ്കിൽ എങ്ങനെ എടുക്കും എന്നുള്ളതിന് സത്യം പറഞ്ഞ അടിയായിരുന്നു ഇവിടെ. ടീഷർട്ട് ആണെങ്കിൽ ആരൊക്കെ എടുക്കും, ആർക്ക് കൊടുക്കണ്ട. നമ്മളുടെ അടുത്ത ഗിഫ്റ്റ് എന്തോ ഒരു കട്ടിയുള്ള ഒരു സാധനമാണ്. നോ 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 ഇത് ഞാൻ വിനുവിന് കൊടുക്കും. കാര്യം കഴിഞ്ഞ ഏപ്രിൽ എനിക്ക് കിട്ടിയല്ലോ. ഇല്ല ഒരു കുപ്പി ഒരു ഓ ഓക്കെ. ഇത് ഹുക്കാണ്. ഇത് ഹെർബിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളനാശിനി, പെസ്റ്റിസൈഡ് പോലെ ഹെർബിസൈഡ്. നമ്മളെ ഇത് ഇന്റർലോക്കിന്റെ അവിടെ ചെടികൾ പറഞ്ഞില്ലേ? ഇല്ല ഞാനും ഇതുവരെക്കും നമ്മൾ ഫാം സ്റ്റോർ വെങ്ങരയില്. മലപ്പുറം. ഓ വേങ്ങര. ഓക്കെ വേങ്ങര. ഓക്കെ, നമ്മള് ഗാർഡനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യും. ഇത് പുല്ലിലടിക്കാൻ ചെടിക്കടിക്കാനല്ലോ, പുല്ലിലടിക്കാൻ ചെടിക്കടിക്കരുത്. ഗാർഡനിൽ അടിക്കാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചു. അല്ല, നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യും ഈ ഗാർഡനിങ് സാധനങ്ങൾ. നിങ്ങൾ ഞെട്ടാൻ പോണ്ട ഒരു സാധനമാണ്. മറ്റേ കൃഷ്ണകുമാറൊക്കെ ചെയ്ത റംബൂട്ടാൻ വീഡിയോ പോലെ അതുപോലെ എത്തുന്ന ഒരു സാധനം നമ്മൾ ചെയ്യും. അതുപോലെ ഉണ്ട്. അതൊക്കെ നടും നമ്മൾ. അപ്പൊ താങ്ക് യു ഫോർ ദിസ് ഗിഫ്റ്റ്. നമ്മളിത് സെപ്പറേറ്റ് അൺബോക്സിംഗ് കാണിക്കുന്നതായിരിക്കും. നമുക്കിനി അടുത്ത സാധനം പൊട്ടിക്കാം. ഇത് ഞാൻ പറയുന്നത് ഫോട്ടോ ഫ്രെയിം. അത് എളുപ്പമുണ്ടല്ലേ? ഓ താങ്ക് യു. അത് സിമ്പിൾ സാധനം, ഫ്രെയിം ഇല്ലാത്ത സൂപ്പർ സാധനം, ഒരു ക്ലോക്ക്. താങ്ക് യു. അതെ, വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇതിന് പൂമ്പാറ്റയുണ്ട്. അപ്പൊ ഇതൊന്നും ഇതിൽ തട്ടൂലേ? ഓക്കെ ഇവർക്ക് അറിയാമോന്ന് ഞാൻ നോക്കിയതാണ്. കൊള്ളാം. ഇനി നമുക്ക് ഇത് തുറക്കാം. ഇത് ഞാൻ പഠിപ്പിച്ച ഞാൻ പറയുന്നു ഇതൊരു കപ്പ്. ഈ സാധനം പൊട്ടിച്ച് നോക്കാം. ഇത് നമ്മുടെ അലക്സ് മോനാണ്. അവിടെ കൂടെ തന്നെ തുറക്കണം. ഇവിടെ അവൻ കട്ട് ചെയ്തെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഒരു 10 മിനിറ്റ്. ഓ കൊള്ളാം. നല്ല കപ്പ്. അപ്പൊ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. ഇഷ്ടപ്പെട്ടു. അലക്സ് ആണ്. ഇത് അലക്സ് ആണ്. അപ്പൊ താങ്ക് യു അലക്സ്. താങ്ക് യു. അപ്പൊ അഖിൽദാസ് പറയുന്നു ഇതും അലക്സ് മോൻ തന്നതാണെന്നാണ്. ഓ ഇതെന്തോ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത സാധനം. ഇത് ആമസോണിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെന്തായിരിക്കും? ഇത് രണ്ടും ഒന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. രണ്ടും അങ്ങനെ ഒന്നാവും. അല്ല, അതിന്റെ ഓ ഗുഡ്. ഞാൻ പാനിക് ആയതാണ്. ആവും എന്ന് വിചാരിച്ച് ഞാൻ പ്രിക്കോഷൻ എടുത്തു. പക്ഷെ അതേ എക്സ്പ്രഷൻ നമ്മളിത് ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു അലക്സ്. ഇത് വിസ്കി ഗ്ലാസ് ആണല്ലോ. അതെ ഇത് വിസ്കി ഗ്ലാസ് ആണ്. അതെ. അപ്പൊ താങ്ക് യു. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇനി ഒരു വലിയ സാധനം എന്തോ വലിയ പെട്ടി. ഇതും അലക്സ് ആണോ?
അലക്സിന്റെ ഒരു സെറ്റ് വേറെ അൺബോക്സിംഗ് ചെയ്താലോ? വേറൊരു എപ്പിസോഡ്, വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാം. ഒരു ഇതായിട്ട്. ഓ അതിനകത്ത് വീണ്ടും പെട്ടി. അയ്യോ എടാ ഇത് ഒറ്റ സ്ട്രെച്ച് നീ തന്നെ തുറന്നോടാ. ഓ ഓക്കെ മെറ്റൽ വോൾ ഫ്രെയിം. ഇതൊക്കെ വെയിറ്റ് ഉണ്ട് നല്ല. ഓ നൈസ് 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 നൈസ്. ഇതല്ല ഇനിയുണ്ട്. തിരിച്ച് നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു സാധനമാണിത്. താങ്ക് യു. നൈസ്. ഈ വീട് നമ്മൾ ഇറക്കി. അയ്യോ ഇതൊക്കെ കൊള്ളാം. കൊണ്ടുവയ്ക്കും ഇതിവിടെ സ്ഥലമല്ലേ, ഞാൻ എന്റെ റൂമിൽ കൊണ്ടുവയ്ക്കാം. നിങ്ങൾ അതിന് ബുദ്ധിമുട്ടിക്കണ്ട. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ്. സെറ്റ് ചെയ്യാം. പൊട്ടിച്ച് വെക്കാം. അതിലെ കളർ ഭയങ്കര രസമുണ്ടോ ഒരു ഗോൾഡൻ. ബ്ലാക്കിൽ സൂപ്പർ ആയിരിക്കും. യെസ് നമുക്ക് ഇവിടെ ബ്ലാക്ക് അടിക്കാം. ബ്ലാക്ക് നൈസ് ആയിരിക്കും. ഇതിന്റെ കൂടെ തന്നെ വേറൊരു നോക്കുന്നുണ്ട്. നമുക്ക് അത് പൊട്ടിക്കാം. ഉല്ലാസനം പൊട്ടിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ പൊട്ടുന്ന എന്തോ അല്ല, ഇവിടെയും പൊട്ടിക്കണം. ഓ ഇത് ഇതെന്തോ ഇതടാ മറ്റേ സ്റ്റാൻഡ്, മറ്റേ നമ്മളിങ്ങനെ ഡെക്കർ സാധനങ്ങളൊക്കെ വയ്ക്കൂല ഇങ്ങനെ സ്റ്റാൻഡ്. വേണ്ട ഇതാണ് അതിന്റെ ഇമേജ്. ഇങ്ങനെ പോകും സ്റ്റാൻഡ്. ഈ ഇമേജ് വേണമെങ്കിൽ നമ്മൾ ഇവിടെ കാണിച്ചു തരാം ഇതെന്താണ് സാധനം. യൂട്യൂബിൽ വീഡിയോ ഉണ്ട് അസംബ്ലി ചെയ്യാൻ. അതിൽ 3 തട്ടുണ്ട് കണ്ടോ. ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ. അല്ല വീഡിയോ കാണണമെങ്കിൽ ഇവിടെ സ്കാൻ. ഇതും അലക്സ് ആയിരുന്നില്ലേ? താങ്ക് യു അലക്സ്. ഇനി വലിയ സാധനങ്ങളിലേക്ക് പോവാം. വലിയ ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ഗസ് ചെയ്യാം. നമുക്ക് വന്ന വലിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്നില്ലേ ഇത് കാണിക്കുന്നതിന് മുമ്പ് ഗസ് ചെയ്തോ. ഇത് ഗസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഹായ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ നാപ്പ്, ഇറ്റ്സ് എ പവർ നാപ്പ്. കൊള്ളാം. നല്ല രസമുള്ള ഒരു ബീൻ ബാഗ്. പോഡ്കാസ്റ്റ് ഒക്കെ ഇനി ഇതിലായിരിക്കും. 2 ബീൻ ബാഗ് ആയി. 2 അല്ല, ഒന്നും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാരാണ് തന്നത് ഈ ബീൻ ബാഗ്? അലക്സ്. ഓ ഇത് 2 അലക്സ് ആണോ? ഇത് അലക്സിന്റെ സെക്ഷനാണ്. എഴുതി കാണിച്ചോ ടൈറ്റിൽ. ഓ വീണ്ടും ബീൻ ബാഗ്. ഇത് ബീൻ ബാഗിന്റെ കണ്ടാടാ ഒരു സാധനം ആൾറെഡി അവിടെ സ്റ്റാഫിൽ ആരൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്ത് തന്നോ? അവിടെ കണ്ട് കൊണ്ടിട്ടിട്ട് പോയി അവന്മാര്. ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒരു സാധനം കയറി പൊട്ടിച്ച് തുറന്നു നോക്കിയോടെ. പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു. പ്ലേറ്റ് ഒന്നും അല്ല, അത് ഫ്രജൈൽ. ഓ കൊള്ളാം. അതിലെന്താ എഴുതിയിരിക്കണം നോക്കിയാണ്. എന്താണ് വെൽക്കം ടു അവർ ഹാപ്പിനെസ് ഹോം. ഓ അത് കൊള്ളാം. ഇത് നമുക്ക് ഡോറിൽ വെക്കാം. ഓക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടി കൊള്ളാം. നോട്ട് ലേസി ഓൺ എനർജി സേവിംഗ് മോഡ്. നമുക്ക് ഇത് തുറക്കാം. ഇതാരാണ് കൊണ്ടുവന്നത്? അലക്സ് എന്താ ഇതൊക്കെ? ഇതെന്താണ് സാധനം? ഇത് ഒരു ഫർണിച്ചറാണ്. ബെഡ് കം സോഫ. ഓക്കേ ഗയ്സ്, ഈ സാധനം എൻ്റെ ഉള്ളതാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഇതിൽ എക്സ്പെർട്ട് ഇങ്ങനെ നീക്കിടണം. എന്നിട്ട് ഇത് തിരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ മടക്കണം, ഇതിങ്ങനെ വെക്കണം. ഓ അപ്പൊ ചുമരിലൊന്നും ചേർക്കണ്ട. കൊള്ളാം. 3 പേർക്ക് സുഖലോലിപനായിട്ട് ഇരിക്കാം. കൊള്ളാം. ഇതും കൂടെ ഉണ്ടോ? ഇതുണ്ട്. ഇതെന്തോ ബെഡ്ഷീറ്റ്. പില്ലോ അല്ലല്ല, ഇതിലുള്ള പില്ലോ ബെഡ്ഷീറ്റ് ആണ്. ഇത് വാക്വം ആയിരിക്കും അവിടെ. ഇത് കട്ട് ചെയ്താൽ മതി. വാക്വം മാറിയിട്ട് ഇത് തന്നെത്താനെ കയറി പെരുവും. പില്ലോ. ശാസ്ത്രത്തിന്റെ വളർച്ച. ഒന്ന് ബെഡായി കിടന്നു നോക്കിയാലോ. ഓ ഇങ്ങനെയാണ് സെറ്റ് സാധനം. കത്തി മാറ്റിക്കോ. കൊള്ളാം. കത്തി ഞാൻ അകത്തോട്ട് വലിച്ചിട്ടുണ്ട്. അപ്പൊ താങ്ക് യു അലക്സ്. നമുക്കിനി വന്ന് ഇവിടെ ഷൂട്ട് ചെയ്ത് ക്ഷീണിക്കുകയാണെങ്കിൽ അതെ സ്റ്റേ ചെയ്ത് കിടന്ന് ഉറങ്ങാം നമുക്ക് ഇവിടെ തന്നെ. ഇതില് തോട്ട്ഫുൾ ഗിഫ്റ്റ് അഗൈൻ. താങ്ക് യു അലക്സ്. താങ്ക് യു. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോയാലോ. അടുത്ത അൺബോക്സിംഗ്. അപ്പൊ ഇത് നിങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളും ഞെട്ടിപ്പോയി അല്ലേ? ഇങ്ങനെ ഒരു സാധനം നോക്കുമ്പോ നമ്മളും ഞെട്ടിപ്പോയി. ഈ സീസണിൽ അലക്സിന്റെ ലാസ്റ്റ് അതെ അത് നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഫ്രിഡ്ജ്. താങ്ക് യു അലക്സ്. താങ്ക് യു വൺസ് അഗൈൻ. അതെ
ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അലക്സ് വീട്ടിൽ വെച്ച് മറന്നു പോയതാണ്. 1/2 ലിറ്റർ നെയ്യും തന്നിട്ടുണ്ട്. താങ്ക് യു. വീട്ടിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ എയറിന്റെ ഓഫറാണ്. ഇപ്പൊ വാങ്ങിച്ചാൽ ഇതൊക്കെ കിട്ടും. ഇത് കഴിഞ്ഞാണ്, ഓണത്തിന് കെട്ടിയതാണ്. കഴിഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ പാലുകാച്ചിന് പോലും വീട്ടുകാർ ബന്ധുക്കൾ പോലും കൊടുക്കാറില്ല. അത് ശരിയല്ല. ആ അല്ല മറ്റേ കുക്കറാ. ആ അതാണ് കേട്ട് കഴിഞ്ഞാൽ ഹാഷിം പറയുന്നത്. എനിക്കിവിടെ വീട് പാലിയാഴ്ച ഇല്ല. നമ്മൾ പൊട്ടിച്ചതിൽ കുറെ ഗിഫ്റ്റ് അലക്സിന്റെ മാത്രമായിരുന്നു. അതെ, ഇത്രയും സ്നേഹമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇതിന് പകരമായി എന്നിട്ട് പറയൂലേ ഈ ടോപ്പ് ഫാൻസിന് നമ്മൾ മറ്റേ ബോളിവുഡിലൊക്കെ അവർ കൊണ്ടുപോകൂലേ ഡിന്നറിന്. അപ്പൊ നമ്മളോട് ഒരു ഡിന്നർ നമ്മൾ ദുബായ് വരുന്നതാണ്. ഡിന്നർ കൊടുക്കാതെ പറഞ്ഞ അങ്ങോട്ട് നീ വീണ്ടും ഊറ്റാനുള്ള പരിപാടിയാണ്. നാട്ടിൽ വരുമ്പോ നമ്മുടെ ട്രീറ്റ്. അതെ അതെ, നമ്മളുടെ സ്വന്തം കൈകൾ കൊണ്ട് അത് വേണ്ട. നല്ല ഫുഡ് വാങ്ങി കൊടുക്കണം. അതല്ലേ നല്ലത്. സ്വന്തം കൈ കൊണ്ട് ഒരു ബർഗർ, ചിക്കൻ ബർഗർ. ഓക്കെ, അപ്പൊ അവന് റെസിപ്പി എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു വൺസ് അഗെയിൻ. ഒരു സാധനവും കൂടി നമുക്ക് അൺബോക്സ് ചെയ്യാനുണ്ട്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ട ഒരു സാധനമാണ്. ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഇവിടെ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അത് യെസ്, വോൾട്ടാസിന്റെ ഒരു AC. ഇത് ആരാണ് തന്നത് പറയൂ വികാസ്? ഇത് US-ലുള്ള സംഗീത മാം. അപ്പൊ താങ്ക് യു സംഗീത, താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. താങ്ക് യു. അതെ, ഇത് നമ്മള് പോഡ്കാസ്റ്റ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പോഡ്കാസ്റ്റിന് വേണ്ടിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ബട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തപ്പോ ഒരു അവരെന്ത് ചെയ്ത് സംഗീത മാമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ. താങ്ക് യു. ഇത്രയും സ്നേഹം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു ഇത്രയും സാധനങ്ങളൊക്കെ വന്നപ്പോഴേ ഞെട്ടിപ്പോയി. ഈ സാധനങ്ങളെല്ലാം എന്റെ വീട്ടിലാണ് പറഞ്ഞത് കേട്ടോ. എല്ലാരും വിചാരിക്കണം അവിടെ എന്താ സംഭവിക്കണം. നമുക്കല്ലേ അറിയാവുള്ളൂ ഒറ്റ വന്ന് പോവാനുള്ള സാധനമാണ്. ഇതിന് എന്തെങ്കിലും കമ്മീഷൻ വേണം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഇനി സാധനങ്ങൾ അയക്കുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും. നമ്മൾ ഇതുപോലെ അൺബോക്സിങ് ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പൊ അഡ്രസ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതുപോലെ തോട്ട്ഫുൾ ഗിഫ്റ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചിലപ്പം ചിലർ വരയ്ക്കൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് നമ്മളുടെ സ്റ്റുഡിയോയിൽ വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യും. യെസ്, നിങ്ങൾക്ക് ലെറ്റേഴ്സ് ആയി ഉണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ അതൊക്കെ നമ്മളെ പെയിന്റിങ്ങോ എന്റെ മാത്രമുള്ള എന്തെങ്കിലും അതൊന്നും വേണ്ട. അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ വരണ്ട. അപ്പൊ ഗൈസ്, ഇത്രയും വലിയൊരു അൺബോക്സിങ് നമുക്ക് ആദ്യമായിട്ടാണ്. നമ്മളൊരു പാല് കാച്ചി, വീട് പാല് കാച്ചി, അതിനുള്ള ഗിഫ്റ്റ്, പറ ഗിഫ്റ്റുകൾ നമ്മൾ പാല് കാച്ചി കേരളം ഏറ്റെടുത്തു. അതെ, നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോ 1 or 2 വന്ന് കാര്യം നമുക്ക് അത്രയും കണക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അറിയണം. ഗിഫ്റ്റ് വരുമെന്ന് എനിക്കും അറിയായിരുന്നു. പിന്നെ ഫ്രിഡ്ജൊന്നും വരുമെന്ന് ഈ ആ ഒരു ലെവലൊന്നും അവൻ നമ്മളെ കണ്ടിട്ടില്ല. ഞാൻ മാക്സിമം ഒരു ഗിഫ്റ്റ് ഐറ്റംസ്, ചെറിയ ഐറ്റംസ് ആണ് പ്രതീക്ഷിച്ചത്. സത്യത്തിൽ അത്യാവശ്യത്തിനുള്ള ആശിമിന് നമ്മൾ അത് മനസ്സിലായിട്ടില്ല. വരൂലെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ വരുമെന്നെങ്കിലും വിചാരിച്ചു. ഇത്രയും സ്നേഹവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പേ ഈ സ്റ്റുഡിയോ എടുക്കണം എന്നൊരു പ്ലാൻ പറഞ്ഞപ്പോഴേ സൗദി അറേബ്യയിൽ നിന്ന് നമുക്കൊരു 10,000 rupees ഒക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. വേണ്ടെന്ന് പറയുമ്പോഴും പുള്ളി പറയാണ് എനിക്ക് ആഗ്രഹമുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പേര് നമ്മളിപ്പോ ഒരു വീഡിയോയിൽ കമന്റ് ഉണ്ടെങ്കിൽ തന്നെ അത്രയും ഇത് വേണം. ഇത് ഒരു ഗിഫ്റ്റ് അയക്കണമെങ്കിൽ അത്രയും കണക്റ്റഡ് ആയിരിക്കണം. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്. ഭയങ്കര സന്തോഷമായി. ഇത്രയും വെൽവിഷേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ വേറെ ഇനി കാണുമോ? കേരളത്തിലുണ്ടോ? ഉണ്ടോ? നല്ല പയ്യന്മാരെ കാണുമോ? അപ്പൊ ഇതിന് നമുക്ക് സത്യമായിട്ടും ഇത്രയും വെൽവിഷേഴ്സുള്ള യൂട്യൂബ് ചാനൽ വേറെ ഇന്ത്യയെ കാണും. അത്ര വലിയ ലാർജ് സ്കെയിൽ അല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കഴിഞ്ഞാൽ സ്മോൾ ആണ്. നമ്മളിപ്പോഴും 250 ഗ്രാമിന്റെ അത്ര സമ്മതിക്കില്ല, വലിയ രീതിയിൽ നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു കുഞ്ഞ് അത് തന്നെ നമ്മളെ വ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഈ ഇങ്ങനത്തെ ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലാണ്. പിന്നെ
കൂടുതലാണോ? ഭയങ്കര വലുതാണ്. ഭയങ്കര വലുതാണ് ശരിക്കും. അവന്റെ മലയാളം അവര് നമ്മൾ സത്യം പറഞ്ഞ ആ ഒരു എക്സ്പ്രഷൻ നമുക്കത് കറക്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ, നല്ല നല്ല വ്ളോഗുകൾ, നല്ല നല്ല സാധനങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ഇതിന് വേണ്ടി നമ്മൾ തിരിച്ചു തരും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ബാംഗ്ലൂർ പോയിട്ടാണെങ്കിലും ഞാൻ ഇതിനു വേണ്ടി ദുബായി പോകേണ്ടി വരും കൈ. അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അയക്കാം. ഇത് ഗിഫ്റ്റ്സ് മാത്രമല്ല അല്ലടാ, നമുക്ക് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? റൈറ്റിംഗ്സ് ഒക്കെ അയക്കാം. നമുക്ക് നല്ല വായിക്കാനും എന്താണ് നമുക്ക് പണ്ടൊക്കെ വരുമായിരുന്നു ലെറ്റർ കണക്കിൽ പോഡ്കാസ്റ്റിലും ഇതേപോലെ നമുക്ക് കുറെ ഇങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ വരുമായിരുന്നു. ഇവരുടെ നമ്മളെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ പറയും. നിങ്ങളുടെ സ്നേഹം എഴുതി അയക്കുക. നമ്മൾ പോഡ്കാസ്റ്റ് ഇരുന്ന് വായിക്കുമായിരുന്നു. നല്ല രസം, അതും ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കുക, ഉറപ്പായി അയക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമ്മൾ വരുന്നവരേക്കും നിങ്ങൾ നമ്മളുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുവരേക്കും ബൈ. ആദ്യത്തെ ചെറുതെല്ലാം ദാസൻ തുറക്കട്ടെ. അങ്ങനെയൊന്നുമില്ല. ഇതിന് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വരികയാണ്. ചെറിയ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അയക്കാൻ കാണിച്ച രീതി തന്നെയാണ്. അതെ നമുക്ക് അതൊരു പുണ്യമാണ്. അതെ പുണ്യമാണെന്നല്ല, നമുക്കിത് വലിയ കാര്യമാണ് സത്യം പറഞ്ഞു. എനിക്കത് വലിയ അതെ ഓ PR ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇത് അറിഞ്ഞൂടാ, പേരറിയാത്ത ഒരു കൂട്ടുകാരിയല്ല, കൂട്ടുകാരനോ കൂട്ടുകാരിയോ എന്നാണ് അഖിൽദാസ് പറഞ്ഞത്. അതെ ഇതാരാണ്? അയ്യോ, ഇത് എല്ലാരും കമന്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഉടനെ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. ഉടനെ നമ്മളിൽ വെള്ളം ഒഴിച്ച് കുടിക്കുന്നതാണ്. അതെ ഞാനിങ്ങോട്ട്